സർദാർ വല്ലഭായ് പട്ടേൽ 1875 to 1950. ഇന്ത്യൻ നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യയുടെ ദേശീയ നേതാവാകുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി ഗാന്ധി, ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ അറിയപ്പെടുവാനുള്ള കാരണം ബിസ്മാർക്ക് എന്നത് ജർമ്മൻ ഏകീകരണത്തിന്റെ ശില്പിയാകുന്നു. ജർമ്മൻ ഏകീകരണത്തിന്റെ ശില്പിയാകുന്നു ഓട്ടോ വോൺ ബിസ്മാർക്ക്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം നൽകിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആദ്യ ആഭ്യന്തരമന്ത്രിയും കൂടിയാകുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. മാത്രമല്ല ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് കൂടിയാകുന്നു പട്ടേൽ. സർദാർ എന്ന പദവി പട്ടേലിന് കൊടുത്തത് മഹാത്മാഗാന്ധിജിയാകുന്നു. മൗലിക അവകാശങ്ങളുടെ ശില്പിയെന്നും സർദാർ വല്ലഭായ് പട്ടേലിനെ അറിയപ്പെടുന്നു. 1918 ഖേദ സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത പ്രധാനപ്പെട്ട അനുയായിയാകുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. 1922 നടന്ന സാരാബന്ദി ക്യാമ്പയിനും അതുപോലെ നോ ടാക്സ് മൂവ്മെന്റിനും നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാകുന്നു. ഒരിക്കൽ കൂടി പറയാം, 1922 നടന്ന സാരാബന്ദി ക്യാമ്പയിനും അതുപോലെ 1922 തന്നെ നടന്ന നോ ടാക്സ് മൂവ്മെന്റിനും നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ആകുന്നു. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാകുന്നു. INCയുടെ 1931 കറാച്ചി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാകുന്നു. മൗലിക അവകാശ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനും കൂടിയാകുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസ് ആയി ആചരിക്കുന്നു. സർദാർ വല്ലഭായ് പോലീസ് അക്കാദമി ഹൈദരാബാദ് ആകുന്നു. സർദാർ വല്ലഭായ് പോലീസ് മ്യൂസിയം കൊല്ലത്താകുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളം അഹമ്മദാബാദിലാണുള്ളത്. സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളവും സർദാർ വല്ലഭായ് പട്ടേൽ സ്മാരകവും ഉള്ളത് അഹമ്മദാബാദ് ആകുന്നു. ഗുജറാത്തിലെ ഖേവാദിയ പട്ടണത്തിൽ റാം വി സുത്തർ എന്ന ശില്പി ലാർസൻ ആൻഡ് ടെബ്രോ കമ്പനിയുടെ നിർമ്മാണത്തിൽ നിന്നുകൊണ്ട് 182 മീറ്റർ ഉയരമുള്ള സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏകതാ പ്രതിമ എന്നറിയപ്പെടുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ. പട്ടേലിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത് 1991 പട്ടേൽ പറഞ്ഞ പ്രശസ്തമായ 2 വാക്കുകളാകുന്നു: കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജാക്കന്മാരുടെ വാതായനങ്ങളിലൂടെ നഷ്ടമാകാൻ പാടില്ല. മറ്റൊരു വാക്യമാകുന്നു: എനിക്ക് ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചറാണ്.